നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം വെളിപ്പെടുത്തി. തമിഴ് വകുപ്പിന് കീഴിൽ ദേശവിരുദ്ധ ഉള്ളടക്കമുള്ള ഒരു സെമിനാർ നടത്താൻ സർവകലാശാലയ്ക്കുള്ളിൽ ഒരു പരാജയപ്പെട്ട ശ്രമം നടന്നതായി ചില വിദ്യാർത്ഥികളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ വിവരം ലഭിച്ചത്. നിർദ്ദിഷ്ട സെമിനാറിന്റെ പ്രമേയമനുസരിച്ച് പഹൽഗാം സംഭവം ആസന്നമായ ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിയ മുൻകൂട്ടി തയ്യാറാക്കിയ ശ്രമമാണെന്ന് ആരോപിക്കപ്പെടുന്നു. യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും അത് അവകാശപ്പെട്ടു. ഈ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതവും വ്യാജവും ദുരുദ്ദേശപരവുമാണെന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പ്രസ്താവിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സെമിനാർ സംഘടിപ്പിക്കാനുള്ള അത്തരമൊരു ശ്രമം അത്യന്തം അപകടകരമാണെന്ന് വൈസ് ചാൻസലർ ഊന്നിപ്പറഞ്ഞു. പ്രത്യേകിച്ച് ഭീകരവാദ കുറ്റവാളികളായ പാകിസ്ഥാനെതിരെ രാജ്യം വിജയകരമായ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നെറ്റിയിലെ സിന്ദൂരം തുടച്ച ഭീകരരെ നമ്മുടെ സായുധ സേന നിർണായകമായി ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ ഒരു അക്കാഡമിക് സ്ഥാപനത്തിനുള്ളിൽ ദേശവിരുദ്ധ ശക്തികൾ ഒരു ദേശവിരുദ്ധ സെമിനാർ നടത്താൻ ശ്രമിച്ചു. ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതായും സെമിനാർ നിർത്താനും അത്തരമൊരു നടപടി എങ്ങനെ അനുവദിച്ചു എന്നതിനെക്കുറിച്ച് തമിഴ് വിഭാഗം മേധാവിയിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടാനും സർവകലാശാല രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയതായും വൈസ് ചാൻസലർ പറഞ്ഞു. സെമിനാർ പൂർണ്ണമായും റദ്ദാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ഈ ദേശവിരുദ്ധ സംരംഭത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ദേശവിരുദ്ധ ഘടകങ്ങൾക്കും അവരുടെ ഭാവി ശ്രമങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കും. ഈ ഗുരുതരമായ പ്രശ്നം VC ഇതിനകം തന്നെ സർവകലാശാലയുടെ ചാൻസലർ സംസ്ഥാന ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വിഷയം കേന്ദ്ര ഏജൻസികൾക്ക് അയച്ചതായും പറയപ്പെടുന്നു. ആഭ്യന്തര ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നാം എല്ലാ ശ്രദ്ധയും ചെലുത്തണമെന്ന് ഡോക്ടർ കുന്നുമ്മൽ കൂട്ടിച്ചേർത്തു. വിദേശ ശത്രുക്കളെ നമ്മുടെ ധീരരായ സൈനികർ പരാജയപ്പെടുത്തുമ്പോൾ ആഭ്യന്തര ശത്രുക്കളെ ജനങ്ങൾ നേരിടണം. ഒരു തമിഴ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് സംഘാടകർ സെമിനാർ ആസൂത്രണം ചെയ്തതെന്ന് ഡോക്ടർ കുന്നുമ്മൽ പറഞ്ഞതായി ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തു. ലേഖനത്തിന്റെ വിവർത്തനം ഇങ്ങനെ സംഗ്രഹിക്കാം. പഹൽഗാം കൊലപാതകങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഇപ്പോഴും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അപ്പോൾ പഹൽഗാം കൊലപാതകങ്ങൾ മോദി സർക്കാരിന്റെ അറിവോടെയല്ലേ നടത്തിയത്? സ്വാഭാവികമായും ഈ ചോദ്യം ഉയർന്നു വന്നു. ഫാസിസ്റ്റ് ഗൂഢാലോചനയ്ക്കായി അവർ ദേശവിരുദ്ധ പ്രചാരണം ഉപയോഗിക്കുന്നു. ഈ സാഹചര്യത്തിൽ മോദി ഭരണകൂടത്തിന്റെ ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം രാജ്യത്തെ വിപ്ലവ ജനാധിപത്യ ശക്തികൾ ഏറ്റെടുക്കണം. ഫാസിസ്റ്റ് ട്രംപിന്റെ നികുതി നയങ്ങളും ഫാസിസ്റ്റ് ശക്തികളുടെ പരാജയങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധികളെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നു. പഹൽഗാം കൊലപാതകങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുകയും പ്രസ്തുത പ്രതിസന്ധികളെ മറികടക്കാൻ ദേശീയതയെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി മോദി ഇത് ഉപയോഗപ്പെടുത്താൻ പദ്ധതിയിടുന്നു. വഖഫ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നടപടികൾക്കെതിരെ രാജ്യത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും ഇത് ബാധകമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന ദേശീയവാദിയായ അക്കാദമിഷ്യനാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം അധിക ചുമതല വഹിക്കുന്നു. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രധാനമായും ഇടതുപക്ഷക്കാരും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ആധിപത്യം പുലർത്തുന്നു. അധ്യാപക അനധ്യാപിക ജീവനക്കാരിൽ പലരും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളുമായി യോജിക്കുന്നു. സെമിനാർ നടത്താനുള്ള ഈ ശ്രമത്തെ ആ പശ്ചാത്തലത്തിൽ കാണണം. എന്നിരുന്നാലും വിഡ്ഢിത്തമില്ലാത്ത വൈസ് ചാൻസലർ പദ്ധതിയെ നിർണായകമായി പരാജയപ്പെടുത്തി. അതേസമയം കേരള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സെമിനാറിന്റെ മുഖ്യ സംഘാടകൻ അച്ചടക്ക നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സർവകലാശാല അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കർശന ശിക്ഷകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ അക്കാഡമിക് ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.